ബോളിവുഡ് സിനിമയിലെ താരരാജാക്കന്മാരിൽ ഒരാളാണ് സെയ്ഫ് അലി ഖാൻ. പഴയ പട്ടാവുടി രാജകുടുംബത്തിന്റെ പിന്തുടർച്ചക്കാരനാണ് അദ്ദേഹം. സെയ്ഫ് അലി ഖാന്റെ പിതാവ് മൻസൂർ അലി ഖാൻ ഹരിയാനയിലെ പട്ടാവുടി രാജകുടുംബത്തിന്റെ അവസാനത്തെ ഭരണാധികാരിയാണ്. ഇപ്പോഴും ചടങ്ങിന് വേണ്ടി ആ രാജകുടുംബത്തിന്റെ തുടർച്ചക്കാരനായ അധികാരിയാണ് സെയ്ഫ് അലി ഖാൻ. അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗം കൂടിയായിരുന്നു. അങ്ങനെയുള്ള സെയ്ഫ് അലി ഖാന്റെ വീട്ടിലാണ് കള്ളൻ കടന്നുകയറിയെന്ന വാർത്ത പുറത്തുവരുന്നത്. അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഒരാൾ അവിടെ കടന്നുകയറി ഏതാണ്ട് 2-3 മണിക്കൂർ അവിടെ ചിലവഴിച്ച് കത്തിക്കൊണ്ട് 6 തവണ കുത്തിയെന്ന്, യന്ത്രത്തോക്കുകൊണ്ട് വെടിവെച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. പക്ഷേ ഒരാൾ കത്തി കൊണ്ടുവന്ന് മണിക്കൂറുകൾ അവിടെ ചിലവഴിച്ച് പലതവണ കുത്തി നട്ടലിന് സമീപത്തൊക്കെ വലിയ മുറിവുണ്ടായിരുന്നു. വലിയ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടാണ് സെയ്ഫ് അലി ഖാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സെയ്ഫ് അലി ഖാന്റെ വസതിയിൽ കയറിയ മോഷ്ടാവ് രക്ഷപ്പെട്ടത് പൈപ്പിലൂടെ ഊർന്നിറങ്ങിയാണ്. കുട്ടികളുടെ മുറിയിൽ കയറിയ കള്ളനെ കണ്ട ആയ ബഹളം വെച്ചതോടെ ഓടിയെത്തിയ സെയ്ഫ് അലി ഖാനെ മോഷ്ടാവ് കുത്തുകയായിരുന്നു. കത്തിയൊടിഞ്ഞ് ശരീരത്തിൽ തുളച്ചു കയറിയിട്ടും സെയ്ഫ് അലി ഖാൻ കള്ളനെ വിട്ടില്ല. ശരീരം നുറുങ്ങുന്ന വേദനയ്ക്കിടയിലും പ്രതിയെ റൂമിനുള്ളിലാക്കി നടൻ വാതിലടച്ചു. എന്നാൽ മുറിയിൽ നിന്നും കുളിമുറിയിൽ കയറിയ പ്രതി വന്ന വഴി പൈപ്പിലൂടെ ഊർന്നിറങ്ങിയ ശേഷം സ്റ്റെപ്പ് വഴി തിരിച്ചിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. രാവിലെ 7 വരെ ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങി. തുടർന്ന് ട്രെയിനിൽ മുംബൈയിലെ വർലിയിൽ ഇറങ്ങി. എന്നാൽ പ്രതിയെ പോലീസ് ഉടനടി പിടികൂടുകയായിരുന്നു. പ്രതി മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹ്സാദിന്റെ ബാഗിൽ നിന്ന് ചുറ്റിക, സ്ക്രൂ ഡ്രൈവർ, നൈലോൺ കയർ എന്നിവ പോലീസ് കണ്ടെടുത്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. സെയ്ഫ് അലി ഖാൻ താമസിക്കുന്ന 13 നില കെട്ടിടത്തിൽ 8 നില വരെ സ്റ്റെപ്പ് കയറിയ പ്രതി തുടർന്ന് 11ാം നിലയിലേക്ക് പൈപ്പിലൂടെ വലിഞ്ഞു കയറി. അതുവഴി നടന്റെ വീട്ടിലെ കുളിമുറിയിലേക്കും തുടർന്ന് മകന്റെ കിടപ്പുമുറിയിലേക്കും പ്രവേശിച്ചു. ആയ ബഹളം വെച്ചതിനെ തുടർന്ന് എഴുന്നേറ്റ് വന്ന സെയ്ഫ് അലി ഖാനെ പ്രതി ആക്രമിക്കുകയായിരുന്നു. ബംഗ്ലാദേശ് സ്വദേശിയാണ് പ്രതി. ബംഗ്ലാദേശിൽ നിന്ന് 5 മാസം മുൻപാണ് ഇയാൾ ഇന്ത്യയിലേക്ക് എത്തിയത്. മോഷണത്തിനാണ് കെട്ടിടത്തിൽ കയറിയതെന്നും സെയ്ഫ് അലി ഖാന്റെ വീടാണെന്ന് അറിയില്ലായിരുന്നുവെന്നും പ്രതി മൊഴി നൽകി. ഹോട്ടലുകളിൽ ക്ലീനിംഗ് ജോലി ചെയ്യുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. പ്രതി ബംഗ്ലാദേശിയാണെന്ന് പോലീസ് ആരോപണത്തെ അയാളുടെ അഭിഭാഷകൻ ചോദ്യം ചെയ്തു. പ്രതിക്കായി 2 അഭിഭാഷകരാണ് കോടതിയിൽ ഹാജരായത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 2:30-ക്കാണ് ബാന്ദ്ര വെസ്റ്റിലെ 11ാം നിലയിലെ വസതിയിൽ സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ടത്. സംശയത്തെ തുടർന്ന് വിവിധയിടങ്ങളിൽ നിന്നും 3 പേരെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് ഇപ്പോൾ ഇവരെ വിട്ടയച്ചു.